നമസ്കാരം TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ കോവിഡ് നിയന്ത്രണങ്ങൾ പുതുക്കി നിശ്ചയിച്ചു. അടച്ചിട്ട മുറികളിൽ 75 പേർക്കും തുറസായ സ്ഥലങ്ങളിൽ 150 പേരെയും അനുവദിക്കും. കോവിഡ് അവലോകന യോഗത്തിലാണ് തീരുമാനം. കേരളത്തിൽ ആശങ്കയേറ്റി കോവിഡ് കണക്കുകൾ. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി പദ്ധതികൾ നടപ്പിലാക്കാൻ തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണ സമിതി യോഗത്തിൽ ധാരണ. സിൽവർ ലൈൻ പുനരധിവാസത്തിന് സ്വപ്നതുല്യ പാക്കേജ് പ്രഖ്യാപിച്ച് സർക്കാർ. വീട് നഷ്ടപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരത്തിന് പുറമെ 4 ലക്ഷം രൂപ അല്ലെങ്കിൽ നഷ്ടപരിഹാരവും 1 ലക്ഷവും ലൈഫ് മാതൃകയിൽ വീടും. കുറ്റിപ്പുറത്ത് കടന്നൽ കുത്തേറ്റ് ഒരാൾ മരണപ്പെട്ടു. കുറ്റിപ്പുറം സ്വദേശി കോരാത്ത് മുസ്തഫയാണ് മരിച്ചത്. കടന്നലിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 5 പേരിൽ ഒരാളായിരുന്നു മുസ്തഫ. കേരള നല്ല ജീവന പ്രസ്ഥാനം തിരൂർ നഗരസഭയുടെ സഹകരണത്തോടൊരുക്കുന്ന അന്തർജില്ലാ സൈക്കിൾ യാത്രയ്ക്ക് തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക്. അടച്ചിട്ട മുറികളിൽ 75 പേർക്കും തുറസായ സ്ഥലങ്ങളിൽ 150 പേരെയും അനുവദിക്കും. ഒമൈക്രോൺ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ നിയന്ത്രണങ്ങൾ പുതുക്കി നിശ്ചയിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന കോവിഡ് അവലോകന യോഗത്തിലാണ് ഈ തീരുമാനം. ഒമൈക്രോണിന്റെ തീവ്രവ്യാപന സാഹചര്യത്തിൽ കല്യാണം, മരണാനന്തര ചടങ്ങുകൾ, മറ്റു സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക, സാമുദായിക പൊതുപരിപാടികൾ എന്നിവയ്ക്ക് അടച്ചിട്ട മുറികളിൽ 75 പേരും തുറസായ സ്ഥലങ്ങളിൽ 150 പേരുമായി പരിമിതപ്പെടുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗം തീരുമാനിച്ചു. രാത്രികാല നിയന്ത്രണം ഉണ്ടാകില്ല. എല്ലാ രാജ്യങ്ങളിൽ നിന്നും വരുന്ന രോഗലക്ഷണമുള്ളവരുടെ പരിശോധന എയർപോർട്ടുകളിൽ ശക്തിപ്പെടുത്തും. ഇതുവരെ കോവിഡ് മരണ ധനസഹായത്തിന് അപേക്ഷിക്കാത്തവർ ഉടൻ തന്നെ അപേക്ഷിക്കണമെന്നും സർക്കാർ അറിയിച്ചു. കയ്യിൽ കിട്ടിയ അപേക്ഷകളിൽ നടപടി താമസിപ്പിക്കരുതെന്ന് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നിലവിൽ സംസ്ഥാനത്ത് 181 ഒമൈക്രോൺ ബാധിതരാണുള്ളത്. 80% പേരും 2ാം ഡോസ് വാക്സിൻ സ്വീകരിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. കുട്ടികൾക്കുള്ള വാക്സിനേഷനിൽ 15.43 ലക്ഷം കുട്ടികളാണ് വാക്സിൻ ലഭിക്കാൻ അർഹരായിട്ടുള്ളവർ. ഇതിൽ 2% കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായും അവലോകന യോഗത്തിൽ വിലയിരുത്തി. കേരളത്തിൽ ആശങ്കയേറ്റി കോവിഡ് കണക്കുകൾ വർദ്ധിക്കുന്നു. 3640 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 71,120 സാമ്പിളുകളാണ് പരിശോധിച്ചത്. പുതിയ 30 മരണങ്ങളും 423 അപ്പീൽ മരണങ്ങളും അടക്കം ആകെ മരണം 48,637 2363 പേർ രോഗമുക്തി നേടി. മലപ്പുറം ജില്ലയിൽ 157 പേർക്ക് രോഗം ബാധിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 3640 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിനിടെ 71,120 സാമ്പിളുകൾ പരിശോധിച്ചു. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10 മുകളിലുള്ള 5 തദ്ദേശ പ്രദേശങ്ങളിലായി 6 വാർഡുകളുണ്ട്. 641 രോഗികളുള്ള എറണാകുളം ജില്ലയാണ് രോഗബാധിതരുടെ എണ്ണത്തിൽ മുന്നിൽ. ഏറ്റവും കുറവ് രോഗികളുള്ളത് 49 രോഗികളുള്ള കാസർഗോഡാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 1,05,547 പേർ നിരീക്ഷണത്തിലുണ്ട്. 1,03,193 പേർ വീടുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനുകളിലോ നിരീക്ഷണത്തിലാണ്. 2,354 പേർ ആശുപത്രികളിലുണ്ട്. 180 പേരെ പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതിയ 30 മരണങ്ങളും അപ്പീൽ നൽകിയ 423 മരണങ്ങളും അടക്കം ആകെ മരണസംഖ്യ 48,637 3,333 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 222 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയ 52 പേർക്കും 33 ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധയുണ്ടായി. അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 2,363 പേർ രോഗമുക്തി നേടി. ഇതോടെ 20,180 പേരാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. 51,89,100 പേർ ഇതുവരെ രോഗമുക്തരായിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ 157 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അറിയിച്ചു. 2.01% TPR. ആകെ 7,813 സാമ്പിളുകൾ പരിശോധിച്ചു. 154 പേർക്ക് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചപ്പോൾ 3 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി പദ്ധതികൾ നടപ്പിലാക്കാൻ തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണ സമിതി യോഗത്തിൽ ധാരണയായി. ബ്ലോക്ക് പരിധിയിലെ ക്യാൻസർ രോഗികൾ, വൃക്കരോഗികൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർ എന്നിവർക്ക് സൗജന്യമായി മരുന്ന് വിതരണം ചെയ്യാനുള്ള പദ്ധതിക്ക് യോഗം ശുപാർശ ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT സാജിദ അധ്യക്ഷയായിരുന്നു. തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 14ാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിനായുള്ള ആസൂത്രണ സമിതി യോഗം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്നു. 2022 മുതൽ 2027 വരെയുള്ള 5 വർഷ കാലയളവിൽ കാർഷിക മേഖലയ്ക്ക് മുൻഗണന നൽകി പദ്ധതികൾ നടപ്പിലാക്കാൻ ആസൂത്രണ സമിതി ശുപാർശ ചെയ്തു. നന്നമ്പ്ര പഞ്ചായത്തിലെ തിരുത്തി മോര്യക്കാപ്പ് മേഖലയിലെ വെള്ളക്കെട്ട് പരിഹരിച്ച് കൃഷിക്ക് ഉപയുക്തമാക്കുന്നതിന് പ്രത്യേകം പദ്ധതി തയ്യാറാക്കുന്നതിനും നെൽകൃഷി, തോട്ടവിളകൾ എന്നിവയ്ക്ക് സഹായം നൽകുന്നതിനും പദ്ധതികൾ രൂപീകരിക്കാനും തീരുമാനമായി. ബ്ലോക്ക് പരിധിയിലെ ക്യാൻസർ രോഗികൾ, വൃക്കരോഗികൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർ എന്നിവർക്ക് സൗജന്യമായി മരുന്ന് വിതരണം ചെയ്യുന്നതിനുള്ള ബൃഹത് പദ്ധതി തയ്യാറാക്കുന്നതിനും യോഗം ശുപാർശ ചെയ്തു. പദ്ധതി വിഹിതവും ധനകാര്യ കമ്മീഷൻ ഗ്രാന്റും കേന്ദ്രാവിഷ്കൃത പദ്ധതി വിഹിതവും സംയോജിപ്പിച്ച് ഗതാഗതം, കുടിവെള്ളം, ആരോഗ്യം, വനിതാക്ഷേമം, പട്ടികജാതി ക്ഷേമം, ഭവന നിർമ്മാണം, ശുചിത്വം എന്നീ മേഖലകളിൽ പദ്ധതികൾ തയ്യാറാക്കാനും തീരുമാനമായി. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT സാജിദ അധ്യക്ഷത വഹിച്ചു.
ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി PV പ്രതീക്ഷ, വൈസ് പ്രസിഡന്റ് വീക്ഷണം മുഹമ്മദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഫൗസിയ CC, പുറ്റേക്കാട്ട് റംല, ഒട്ടിയിൽ പീച്ചു, ബ്ലോക്ക് അംഗങ്ങളായ സ്റ്റാർ മുഹമ്മദ്, രമേശ് കരിപ്പറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മംഗലം വള്ളത്തോൾ AP സ്കൂളിൽ ഹാർദ്രം 2022 പരിപാടികൾക്ക് തുടക്കമായി. സ്കൂളിൽ ആധുനിക രീതിയിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെയും സ്റ്റേജിന്റെയും ഉദ്ഘാടനം മാനേജർ കാരാട്ട് രായിൻ ഹാജി നിർവഹിച്ചു. മംഗലം വള്ളത്തോൾ AP സ്കൂളിൽ ഹാർദ്രം 2022 പരിപാടിക്ക് തുടക്കമായി. സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മാനേജർ കാരാട്ട് രായിൻ ഹാജി നിർവഹിച്ചു. SLC+2 വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണം മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടിയും 2019-20 വർഷത്തെ പഠന മികവുള്ള കുട്ടികൾക്കുള്ള എൻഡോമെന്റ് വിതരണം തിരു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P സുനിജയും നിർവഹിച്ചു. ഒരു സഹൃദയ മനുഷ്യൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി സർവാത്മന പ്രായാധിക്യം മറന്നുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ സദാ പ്രവർത്തിക്കുകയും ആ പ്രവർത്തനം നമ്മുടെ പഞ്ചായത്തിന്റെയും മറ്റും പ്രദേശങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പര്യാപ്തമാവും വിധം അദ്ദേഹം പ്രയത്നിച്ചതിന്റെ പരിണിത ഫലമായാണ് ഇന്ന് ഈ സമുച്ചയം ഉയർന്നു നിൽക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനോട് ബഹുമാനവും ചാരിതാർത്ഥ്യവും ഈ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ വേദിയോട് ഞാൻ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഉദ്ഘാടനത്തിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ആദിൽ മംഗലം ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപകൻ ജോസ് മാത്യു സ്വാഗതവും സ്റ്റാഫ് പ്രതിനിധി CP റഷീദ നന്ദിയും പറഞ്ഞു. KT റാഫി, സലീം പാഷ, ഷൈജ, V വിശ്വനാഥൻ, സംഘടനാ പ്രതിനിധികളായ ഹരീന്ദ്രൻ, ദിനേശ്, പ്രദീപ് കുമാർ, V അബ്ദുൽ ഗഫൂർ, ഷാഫി ചാത്തേരി, വാസുദേവൻ മാസ്റ്റർ, ഷാജിർ ആലത്തിയൂർ, ബാബു തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. മരണപ്പെട്ട മാതാപിതാക്കളുടെ ഓർമ്മയ്ക്കായി ഫ്രീസർ സമ്മാനിച്ച് കൊടക്കൽ സ്വദേശി മുസ്തഫ. ജീവകാരുണ്യ സംഘടനയായ പീപ്പിൾസ് വോയിസ് മലപ്പുറത്തിനാണ് ഫ്രീസർ കൈമാറിയത്. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരത്ത് സുഹറാബി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തിരുനാവായ കൊടക്കൽ KP മുസ്തഫയാണ് തന്റെ മരണപ്പെട്ട മാതാപിതാക്കളുടെ പേരിൽ ജീവകാരുണ്യ സംഘടനയായ പീപ്പിൾസ് വോയിസ് മലപ്പുറത്തിന് ഫ്രീസർ കൈമാറിയത്. കഴിഞ്ഞ 7 വർഷങ്ങളായി ജീവകാരുണ്യ രംഗത്ത് തിളക്കമാർന്ന സേവനം കാഴ്ചവെക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ മലപ്പുറം പീപ്പിൾസ് വോയിസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. സേവനമെന്നാൽ സമ്പൂർണ്ണ സമർപ്പണമാണെന്ന് ഈ സംഘടന ഇതിനോടകം തെളിയിച്ചിട്ടുമുണ്ട്. പീപ്പിൾസ് വോയിസ് സംഘടനയുടെ നിസ്വാർത്ഥമായ സേവനങ്ങൾക്ക് നിരവധി പേർ സംഘടനയിലേക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സും കാരുണ്യ പ്രവർത്തനത്തിനു വേണ്ട മറ്റ് അനുബന്ധ ഉപകരണങ്ങളും എത്തിച്ചു നൽകുന്നുണ്ട്. തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരത്ത് സുഹറാബി ഫ്രീസർ കൈമാറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ദാനധർമ്മങ്ങൾ വലതുകൈ കൊടുക്കുന്നത് ഇടതുകൈ അറിയാൻ പാടില്ലെന്നത് വസ്തുതയാണെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങൾ നാലാൾ അറിഞ്ഞു തന്നെ ചെയ്യണമെന്നും എങ്കിലേ മറ്റുള്ളവർക്ക് പ്രചോദനമാകൂവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വാർഡ് അംഗം ലത്തീഫ് KP അധ്യക്ഷത വഹിച്ചു. VP മോഹൻദാസ്, ശശി പാമ്പരത്ത്, KP അലി, എടക്കുളം സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് ഹമീദ് CP, റഷീദ് CP, പരുത്തിപ്പാറ മുഹമ്മദ് ഹാജി, ചങ്ങമ്പള്ളി, ഉമ്മർ ഗുരുക്കൾ, ദേവൻ എന്നിവർ സംസാരിച്ചു. പീപ്പിൾസ് വോയിസ് പ്രസിഡന്റ് ഷാജി മുളക്കൽ, സെക്രട്ടറി മുഹമ്മദ് അലി ചീനിയത്ത്, സുദർശനൻ വൈരങ്കോട്, ഹമീദ് ചെമ്മല എന്നിവർ ചേർന്ന് ഫ്രീസർ സ്വീകരിച്ചു. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടർന്നു. കേരയിൽ പദ്ധതിയിൽ വീട് നഷ്ടപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരത്തിന് പുറമെ 4.5 ലക്ഷം രൂപ കൂടി നൽകും. അതുമല്ലെങ്കിൽ നഷ്ടപരിഹാരവും 1 ലക്ഷവും ലൈഫ് മാതൃകയിൽ വീടും നൽകുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചു. സിൽവർ ലൈൻ പദ്ധതിയുടെ പുനരധിവാസ പാക്കേജ് സർക്കാർ പ്രഖ്യാപിച്ചു. സിൽവർ ലൈൻ കെയറയിൽ പദ്ധതിയുടെ ഭാഗമായി വീടും വസ്തുക്കളും നഷ്ടപ്പെടുന്നവർക്കുള്ള പുനരധിവാസ പാക്കേജ് സർക്കാർ പ്രഖ്യാപിച്ചു. സ്വപ്നതുല്യമായ നഷ്ടപരിഹാര പാക്കേജാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതനുസരിച്ച് വീട് നഷ്ടപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരത്തിന് പുറമെ 4,60,000 രൂപയും നൽകുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചു. അതുമല്ലെങ്കിൽ നഷ്ടപരിഹാരവും 1,60,000 രൂപയും ലൈഫ് മാതൃകയിൽ വീട് നൽകുമെന്നും തീരുമാനം. കാലിത്തൊഴുത്തുകൾ പൊളിച്ചു നീക്കിയാൽ 25,000 മുതൽ 50,000 രൂപ വരെ നൽകും. വാണിജ്യ സ്ഥാപനം നഷ്ടപ്പെടുന്ന ഭൂവുടമകൾക്ക് നഷ്ടപരിഹാരവും 50,000 രൂപയും വാടക കെട്ടിടത്തിലെ വാണിജ്യ സ്ഥാപനം നഷ്ടപ്പെടുന്നവർക്ക് 2 ലക്ഷം രൂപയും നൽകും. തൊഴിൽ നഷ്ടപ്പെടുന്ന സ്വയം തൊഴിലുടമകൾ, ചെറുകിട കച്ചവടക്കാർ, കരകൗശല പണിക്കാർ മുതലായവർക്ക് 50,000 രൂപയും പ്രത്യേക സഹായമായി നൽകും. 9,300-ലധികം വീടുകളാണ് കെട്ടിടങ്ങളാണ് ഇതിന്റെ ഭാഗമായി ഏറ്റെടുക്കേണ്ടതായിട്ട് വരിക, അതായത് പൊളിച്ചു നീക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇതിന് എങ്ങനെയൊക്കെ ഈ ഭൂമി ഏറ്റെടുക്കുമ്പോഴുള്ള പുനരധിവാസം അത് നല്ല രീതിയിൽ ഉറപ്പുവരുത്താനുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിലുള്ള ഒരു മാനദണ്ഡം ഗ്രാമപ്രദേശങ്ങളിലാകുമ്പോൾ അവിടെയുള്ള മാർക്കറ്റ് വിലയാണെന്ന് ഓർക്കണം.
ആ മാർക്കറ്റ് വിലയുടെ 4 ഇരട്ടി വരെ നൽകുന്ന നിലയുണ്ടാവും. പട്ടണങ്ങളിലാകുമ്പോൾ 2 ഇരട്ടിയും നഷ്ടപരിഹാരം നൽകും. മൊത്തമായി 13,265 കോടി രൂപ ഈ നഷ്ടപരിഹാരത്തിന് മാത്രമായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിൽ പുനരധിവാസത്തിന് 1,730 കോടിയുണ്ട്. അതേപോലെ തന്നെ 4,460 കോടി രൂപ വീടുകളുടെ നഷ്ടപരിഹാരത്തിനാണ്. ഇപ്പോൾ ഭൂമിയോ കിടപ്പാടമോ നഷ്ടപ്പെട്ടവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞ വികസന പദ്ധതികൾ നടപ്പാക്കുമ്പോൾ നൽകിയ നഷ്ടപരിഹാരം അത് നാടിൻ്റെ അനുഭവത്തിലുള്ളതാണ്. അസംതൃപ്തി ഉണ്ടാകത്തക്ക രീതിയിലുള്ള സമീപനമല്ല സ്വീകരിച്ചത്. ഒഴിപ്പിക്കപ്പെടുന്ന വാണിജ്യ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് മാസം 6,000 രൂപ വീതം 6 മാസം നൽകും. പെട്ടിക്കടക്കാർക്ക് 25,000 രൂപ മുതൽ 50,000 രൂപ വരെ സഹായമായി നൽകും. പുറമ്പോക്ക് ഭൂമിയിലെ താമസക്കാർ അല്ലെങ്കിൽ കച്ചവടം നടത്തുന്നവർക്ക് ആ ഭൂമിയിലെ കെട്ടിടങ്ങളുടെ വിലയ്ക്ക് പുറമെ 5,000 രൂപ വീതം 6 മാസം നൽകുന്ന പദ്ധതിയും പാക്കേജിന്റെ ഭാഗമായുണ്ട്. അതേസമയം സിൽവർ ലൈൻ പദ്ധതിക്ക് പിന്തുണ തേടി മുഖ്യമന്ത്രി പൗരപ്രമുഖരുടെ യോഗം വിളിച്ചു. പദ്ധതിക്കെതിരെ വ്യാപക വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് സമമായ ശ്രമവുമായി മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങുന്നത്. സിൽവർ ലൈൻ ബാധിക്കുന്ന 11 ജില്ലകളിലും മുഖ്യമന്ത്രി നേരിട്ടെത്തി വിശദീകരണ യോഗങ്ങൾ നടത്തും. കോവിഡ് കാലത്ത് കുട്ടികൾ അനുഭവിച്ച പഠനപ്പിഴവുകൾക്ക് പരിഹാരമായി കുട്ടികളിലെ വായനാശീലം വളർത്താൻ സമഗ്ര ശിക്ഷ കേരളത്തിന്റെ കീഴിൽ വായനച്ചങ്ങാത്തം എന്ന പേരിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും. ജനുവരി 5-ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ GMP സ്കൂളിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോവിഡ് കാലത്ത് കുട്ടികൾ അനുഭവിച്ച പഠനപ്പിഴവുകൾക്ക് പരിഹാരമായി കുട്ടികളിലെ വായനാശീലം വളർത്താൻ സമഗ്ര ശിക്ഷ കേരളം 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് വായനാ ചങ്ങാത്തം സ്വതന്ത്ര വായന പരിപോഷണ പരിപാടി സംഘടിപ്പിക്കുന്നത്. കഥകളിലൂടെയും കവിതകളിലൂടെയും ചെറുപ്രായത്തിൽ തന്നെ വായനയുടെ അനന്ത സാധ്യതകളിലേക്ക് കുട്ടികളെ നയിക്കുന്ന തരത്തിലേക്കായിരിക്കും പരിപാടി സംഘടിപ്പിക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാലയങ്ങളിലും വീടുകളിലും കുട്ടികൾക്ക് വായനയ്ക്കും എഴുത്തിനുമുള്ള അനുഭവങ്ങൾ ഒരുക്കുക എന്ന ഒരു പദ്ധതിയുമായിട്ടാണ് SSK മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് മാതൃഭാഷയിൽ 1 മുതൽ 4 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും എഴുത്തിലും വായനയിലുമുള്ള ശേഷികൾ, ധാരണകൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. മേഖലാതല പരിശീലനം, സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ തിരൂർ GMUP സ്കൂളിൽ ജനുവരി 5-ന് നിർവഹിക്കും. തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ AP കുട്ടിക്കൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തും. ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ T രത്നാകരൻ, ബാലസാഹിത്യകാരൻ K ശ്രീകുമാർ, നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ, സുബൈദ ചെറോട്ടിൽ, അഡ്വക്കേറ്റ് S ഗിരീഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. യൂത്ത് ലീഗ് ചെറുമുക്ക് വെസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക് യൂണിറ്റ് സമ്മേളനം നടത്തി. സമ്മേളനം KP മജീദ് MLA ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലം പുതിയ വിചാരം എന്ന പ്രമേയത്തിൽ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് നന്നമ്പ്ര പഞ്ചായത്ത് ചെറുമുക്ക് വെസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക് യൂണിറ്റ് സമ്മേളനം നടത്തിയത്. സമ്മേളനം KP മജീദ് MLA ഉദ്ഘാടനം ചെയ്തു. അവർ രാജ്യത്തു നിന്ന് പുറത്താക്കണം, ഒഴിവാക്കണം. അതിന് അക്രമത്തിന്റെയും ആയുധങ്ങളുടെയും പിൻബലത്തോടുകൂടി പ്രവർത്തിക്കണമെന്ന് പറയുക മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി മുൻനിരയിൽ നിന്ന രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ ഇകഴ്ത്തുകയും അദ്ദേഹത്തിന്റെ വിരിമാനിലേക്ക് വഴിയുണ്ടെടുത്തിട്ടുള്ള ഗോദ്സെയെ പുകഴ്ത്തുകയും ചെയ്യുന്ന വളരെ അപലപനീയമായിട്ടുള്ള പ്രസ്താവനകൾ. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തിയ ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. അവർക്കുള്ള 4-ാം വാർഡ് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ഒരു അവാർഡും കൂടിയുണ്ട്, അത് നൽകുന്നുണ്ട്. തലാപ്പിൽ ജസീൽ അധ്യക്ഷനായ ചടങ്ങിൽ K കുഞ്ഞിമരക്കാർ, ഷെരീഫ് പടക്കയിൽ, UA റസാഖ്, മധാരി അബ്ദുറഹ്മാൻ കുട്ടി, പച്ചായി ബാവ, KK റഹീം, അൻസാർ കാവുങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലും സമീപ പ്രദേശത്തും ഗതാഗത പരിഷ്കരണം കർശനമായി നടപ്പിലാക്കും. പരിഷ്കാരം നടപ്പിലാക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി രംഗത്തെത്തി. കമ്മിറ്റി ടൗണിൽ സന്ദർശനം നടത്തി. അപകട സാധ്യതകൾ മുന്നിൽ കണ്ട വൺ വേ സംവിധാനം തെറ്റിച്ച കുറ്റിപ്പുറം ടൗണിലേക്ക് വരുന്ന ബസ്സുകൾക്ക് പിഴ ഈടാക്കും. നിശ്ചിത സമയത്തിന് മുന്നേ സ്റ്റാൻഡിൽ കൊണ്ടുവന്ന പാർക്ക് ചെയ്യുന്ന ബസ്സുകൾക്കും അനധികൃതമായി ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുന്ന കാറുകളും ബൈക്കുകളും അടക്കമുള്ള വാഹനങ്ങൾക്ക് പിടിവീഴും. കുറ്റിപ്പുറം പോലീസ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, പഞ്ചായത്ത് അധികൃതർ എന്നിവർ ടൗണിൽ സന്ദർശനം നടത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് വിലയിരുത്തി. ഏതാനും ദിവസത്തിനുള്ളിൽ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് കുറ്റിപ്പുറം
SI MV വാസുണ്ണി അറിയിച്ചു. കുറ്റിപ്പുറം സ്റ്റാൻഡിലെ ട്രാഫിക് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒത്തുചേരലാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടിരിക്കുന്നത് നമ്മുടെ വൺ വേ തെറ്റിച്ച് വരുന്ന വാഹനങ്ങൾ കുറ്റിപ്പുറം സ്റ്റാൻഡിലേക്ക് തിരൂർ റോഡ് വഴി സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതിന് പകരം നേരിട്ട് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നത് മൂലം വളരെയധികം പ്രയാസങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്, അപകടങ്ങളും ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. അപ്പോൾ അതിനെതിരെയുള്ള ഒരു എൻഫോഴ്സ്മെൻറ്റാണ് ഇന്നത്തെ ഈ ഒരു ഓപ്പറേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം, കുറ്റിപ്പുറം സ്റ്റാൻഡിൽ കൂടുതൽ സമയം ബസ്സുകൾ പാർക്ക് ചെയ്യുന്നത് മൂലം ചെറിയ ബസ്സുകൾക്കും അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങൾക്കൊക്കെ സ്റ്റാൻഡിലൂടെയുള്ള യാത്രകൾ ബുദ്ധിമുട്ടുണ്ട്. കാരണം 15-20 മിനിറ്റുകളൊക്കെയാണ് പല ബസ്സുകളും കുറ്റിപ്പുറം സ്റ്റാൻഡിൽ നിർത്തിയിടുന്നത്. അപ്പോൾ അതിനെതിരെ ഉള്ളൊരു എൻഫോഴ്സ്മെൻറ്റും കൂടിയാണ് ഇന്നത്തെ ഈ ഒരു പരിപാടി ഞങ്ങൾ പദ്ധതിയിട്ടിരിക്കുന്നത്. നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കാനും സ്റ്റാൻഡിന്റെ ഉള്ളിലൂടെയുള്ള റോഡിന് സ്റ്റാൻഡ് നവീകരണ സമയത്ത് ശാശ്വത പരിഹാരം കാണുമെന്നും കുറ്റിപ്പുറം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളടക്കം യാത്രയ്ക്ക് ഉപയോഗിക്കുന്നതിനാൽ തൽക്കാലം റോഡ് മാർക്ക് ചെയ്ത് തിരിക്കാനും തീരുമാനമായതായി കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT സിദ്ദീഖ് പറഞ്ഞു. ബസ് സ്റ്റാൻഡ് എന്ന ഈ നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്ത ഈ സ്ഥലത്ത് വണ്ടികൾ നിർത്തിയിട്ടിട്ട് ആളുകൾ ദൂരം വഴിക്കൊക്കെ പോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ട് ആ വാഹനങ്ങൾ ഇവിടെ നിർത്താതിരിക്കാൻ ഇവിടെ ഓൺലി ബസ്സുകൾ മാത്രമാക്കാൻ വേണ്ടിയിട്ട് നോ പാർക്കിംഗ് സൗകര്യം, ബസ്സല്ലാത്ത മറ്റ് വാഹനം നിർത്തിയിടാൻ പാടില്ല എന്ന പോലീസ് പഞ്ചായത്തിന്റെ സംയുക്തമായ അറിയിപ്പ് ബോർഡുകൾ ഇവിടെയൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബസ്സുകൾക്ക് വന്ന് കയറാനും ഈ അവരെ ആളുകളെ ഇറക്കാനും കയറ്റാനും ഒക്കെയുള്ള ബസ് ബേ വാരി, അതായത് ലൈൻ ഇട്ടിട്ട് ബസ്സുകൾക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കുവാനുള്ള തീരുമാനമുണ്ട്. മറ്റൊന്നുള്ളത്, ഇവിടെ ഇപ്പോൾ ബസ് സ്റ്റാൻഡിന് ഉള്ളിലൂടെ ഒരു റോഡ് കടന്നു പോകുന്നു. അതൊരു വലിയ പ്രയാസം തന്നെയാണ്. ഗവൺമെന്റ് ഹൈസ്കൂളിലേക്കും അതുപോലെ രജിസ്റ്റർ ഓഫീസിലേക്കും പഞ്ചായത്ത് ഓഫീസിലേക്കൊക്കെ പോകുന്ന റോഡാണത്. അപ്പോൾ അത് പ്രത്യേകം ഒരു മാർക്ക് ചെയ്തിട്ട് തൽക്കാലം അത് നിലനിർത്താനും പിന്നീട് ബസ് സ്റ്റാൻഡ് വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിന് പ്രത്യേക പരിഗണന കൊടുക്കാനുമാണ് തീരുമാനം. അനധികൃതമായി ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന ബസ് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലെ ട്രാഫിക് ശക്തമായി തന്നെ നടപ്പിലാക്കാനാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനം. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. കുറ്റിപ്പുറത്ത് കടന്നൽ കുത്തേറ്റ് ഒരാൾ മരണപ്പെട്ടു. കുറ്റിപ്പുറം സ്വദേശി കോരാത്ത് മുസ്തഫയാണ് മരിച്ചത്. കടന്നലിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 5 പേരിൽ ഒരാളായിരുന്നു മുസ്തഫ. മറ്റു 4 പേർ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുറ്റിപ്പുറം തെക്കേയങ്ങാടി കാങ്കപ്പുഴക്കടവ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ പ്രാർത്ഥിക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം കടന്നൽക്കൂട്ടത്തിന്റെ കുത്തേറ്റ് 15-ലേറെ പേർക്ക് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ 5 പേരെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിലൊരാളായ കുറ്റിപ്പുറം സ്വദേശി കോരാത്ത് മുസ്തഫയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. പ്രാർത്ഥിച്ചു നിന്നവർക്കും ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചവർക്കും പള്ളിയിലുണ്ടായിരുന്ന ചിലർക്കുമാണ് കടന്നൽ കുത്തേറ്റത്. കുറ്റിപ്പുറം കാങ്കപ്പുഴ കോരാത്ത് ഷിബിൽ, കോരാത്ത് ഇൻഷാഫ് അലി, വാണിയം തൊടുവിൽ മുഹമ്മദ് അജ്സൽ, കോരാത്ത് അലി എന്നിവരാണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ള മറ്റു 4 പേർ. ഞായറാഴ്ച വൈകുന്നേരം 4-ന് നമസ്കാരം നടക്കുന്നതിനിടെയാണ് കടന്നൽ കൂട്ടത്തിന്റെ ആക്രമണമുണ്ടായത്. തോർക്കാൻ വേണ്ടി പോയപ്പോൾ കാറ്റ് വന്നപ്പോൾ അതിൽ കൂടെ ഈ കടന്നൽ പാറി വന്നാണ്. എവിടുന്നാ വന്നെന്നുള്ളത് ആർക്കും അറിയില്ല. അതിനോട് കൂടെ എല്ലാവരും കുത്തി. ഒരുപാട് കടന്നലുണ്ടായിരുന്നു. ഒരുപാട് കടന്നലുണ്ടായിരുന്നു. എത്ര പേർക്ക് ഇവിടെ ഇപ്പൊ ആശുപത്രിയിൽ 5 ആളെത്തുണ്ട്. 3 ആൾ ഇവരും 2 കുട്ടികൾ മാറി. പിന്നെ പള്ളിക്ക് ഓരോ ആൾക്കാർക്ക് കുട്ടികൾക്കൊക്കെ വലിയ കുട്ടികളാണ്. അവരെല്ലാം കുടുംബക്കാരാണ്. എല്ലാവരും. ശക്തമായ കാറ്റും ഈ സമയത്തുണ്ടായിരുന്നു. ഇതിനിടയിലാണ് കൂട്ടമായി കടന്നലുകൾ ഇളകിയെത്തി ഇവരെ ആക്രമിച്ചത്. രക്ഷപ്പെട്ട് ഇവർ പള്ളിക്കകത്തേക്ക് ഓടി വന്നപ്പോൾ പുറകെ എത്തിയ കടന്നൽക്കൂട്ടം പള്ളിയിലുണ്ടായിരുന്ന ചിലരെയും കുത്തി. ഇതിനിടയിൽ ഖബർസ്ഥാനിൽ പ്രാർത്ഥിച്ച സംഘത്തിലുണ്ടായിരുന്ന അലിയെ കാണാനില്ലായിരുന്നു. മുസ്തഫയെ കാണാനില്ലായിരുന്നു. മുസ്തഫയെ തിരഞ്ഞു ചെന്നവർ കണ്ടത് മുസ്തഫയുടെ മുഖം നിറയെ കടന്നലുകൾ നിറഞ്ഞു നിൽക്കുന്നതാണ്. സംസ്ഥാന ജില്ലാ മീറ്റിൽ വിജയികളായ താരങ്ങൾക്ക് ആലത്തൂർ KMHS സ്കൂളിൽ സ്വീകരണമൊരുക്കി. സ്കൂൾ PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണമൊരുക്കിയത്. സംസ്ഥാന ജില്ലാ മീറ്റിൽ വിജയികളായ താരങ്ങൾക്കാണ് ആലത്തൂർ KMHS സ്കൂളിൽ PTAയുടെ നേതൃത്വത്തിൽ സ്വീകരണമൊരുക്കിയത്. ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ ജാവലിൻ ത്രോയിൽ മെഡൽ നേടിയ അശ്വിൻ, അണ്ടർ 20 ബോയ്സിൽ ഹാമർ ത്രോ സിൽവർ മെഡൽ നേടിയ ഷബീബ്, സിൽവർ മെഡൽ ജേതാവ് സൗമ്യ, ജില്ലാ ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി 3ാം തവണയും വിജയിച്ച KMHS ആലത്തൂർ ടീമിനും PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണമൊരുക്കിയത്. PTA പ്രസിഡന്റ് KP ഷംസുദ്ദീൻ, വൈസ് പ്രസിഡന്റ് മൈബ്രദർ മജീദ്, പ്രിൻസിപ്പൽ T സുനദ, പ്രധാനാധ്യാപകൻ PK അബ്ദുൽ ജബ്ബാർ, സ്റ്റാഫ് സെക്രട്ടറിമാരായ ഷബീർ നെല്ലിയാളി, റഷീദ് മാസ്റ്റർ, കായികാധ്യാപകൻ M ഷാജിർ ആലത്തിയൂർ, കോച്ച് റിയാസ്, മിർദാസ് മാസ്റ്റർ, യാസിൻ ചബ്ര, AC പ്രവീൺ മാസ്റ്റർ, ജംഷീർ ബാബു, IT ജംഷീർ, ആമിന, ഷഫീദ, ആഫില, റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു.
മലബാർ പ്രക്ഷോഭം ശതാബ്ദി അനുസ്മരണ ദേശീയ സെമിനാർ സംഘടിപ്പിക്കും. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാല ചരിത്ര പഠന വിദ്യാർത്ഥികളും വെട്ടത്തുനാട് ചരിത്ര സാംസ്കാരിക സമിതിയും സംയുക്തമായാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. ജനുവരി 6, 7, 8 ദിവസങ്ങളിലായി തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ വെച്ച് നടത്തുന്ന സെമിനാർ MLA ഡോക്ടർ KT ജലീൽ ഉദ്ഘാടനം ചെയ്യും. വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി അധ്യക്ഷത വഹിക്കും. KP രാമനുണ്ണി, ഡോക്ടർ റെജിമോൾ, ഡോക്ടർ MR രാഘവ വാര്യർ, പ്രൊഫസർ K ഗോപാലൻകുട്ടി എന്നിവർ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജനുവരി 6, 7, 8 തീയതികളിലായിട്ട് ദേശീയ സെമിനാർ സംഘടിപ്പിക്കുകയാണ്. അത് മലബാർ പ്രക്ഷോഭം ശതാബ്ദി അനുസ്മരണ ദേശീയ സെമിനാറായിട്ടാണ് നമ്മൾ ഇത് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭരായ പ്രഭാഷകരും അധ്യാപകരും അതുപോലെ തന്നെ തദ്ദേശീയരായിട്ടുള്ള മലബാർ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികളും ഇതിൽ പങ്കാളികളാവുന്നുണ്ട്. വെട്ടത്തുനാട്, ചെപ്പേടുകൾ, മലബാർ കലാപം, സിനിമ, സമൂഹ ജീവിതം, സാംസ്കാരിക മാനങ്ങൾ, മലബാർ കലാപം, സർക്കാർ രേഖകളിൽ തുടങ്ങിയ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യും. KP രാമനുണ്ണിയുടെ വാര്യം കുന്നത്തു വീണ്ടും എന്ന കഥയുടെ ശബ്ദാവിഷ്കാരം നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു. മലയാള സർവകലാശാല പ്രൊഫസർ ഡോക്ടർ മഞ്ജുഷ R വർമ്മ, വെട്ടത്തുനാട് ചരിത്ര സാംസ്കാരിക സമിതി പ്രസിഡന്റ് KK അബ്ദുൾ റസാഖ് ഹാജി, സർവകലാശാലയിലെ വിദ്യാർത്ഥി നദീറ കുണത്തേരി, വെട്ടത്തുനാട് ചരിത്ര സാംസ്കാരിക സമിതി സെക്രട്ടറി KC അബ്ദുള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജില്ലയിലെ ആദ്യ ഇന്റർനാഷണൽ മാതൃകാ പ്രീ സ്കൂളായി മുട്ടന്നൂർ GLP സ്കൂൾ. മാതൃകാ പ്രീ സ്കൂളിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച പകൽ 11-ന് മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ ആദ്യ ഇന്റർനാഷണൽ മാതൃകാ പ്രീ സ്കൂളായി മാറുന്ന മുട്ടന്നൂർ GMLP സ്കൂളിന്റെ നവീകരണോദ്ഘാടനം മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് സംഘാടകർ തിരൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുട്ടികൾക്ക് ഈ വിദ്യാലയം തന്നെ ഒരു പഠന ഉപകരണമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പ്രീ പ്രൈമറി സ്കൂള് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടനമാണ് നാളെ രാവിലെ 11 മണിക്ക് ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ അവർ ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ നമ്മളുടെ തവനൂർ MLA KT ജലീൽ അധ്യക്ഷത വഹിക്കും. KT ജലീൽ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ET മുഹമ്മദ് ബഷീർ MP മുഖ്യ പ്രഭാഷണം നടത്തും. ഡോക്ടർ AP കുട്ടിക്കൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈനുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സുരേഷ് കോളശ്ശേരി, V അബ്ദുൽ സിയാദ, CP കുഞ്ഞുമൂസ, ഷെരീഫ് പൂതേരി, P അബ്ദുൽ നാസർ, ബാബാഹാജി എടയാടി, M ശ്രീനിവാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. ദൃശ്യം ഓർക്കസ്ട്രയുടെ നേതൃത്വത്തിൽ വാഹനാപകടത്തിൽ ചികിത്സയിൽ കഴിയുന്ന എടപ്പാൾ കാലടി സ്വദേശിക്ക് സഹായ ഫണ്ട് കൈമാറി. 2.5 വർഷത്തോളമായി തിരൂരിൽ പ്രവർത്തിച്ചു വരുന്ന ദൃശ്യം ഓർക്കസ്ട്രയുടെ നേതൃത്വത്തിൽ വാഹനാപകടത്തിൽ ചികിത്സയിൽ കഴിയുന്ന എടപ്പാൾ കാലടി സ്വദേശിക്കാണ് സഹായ ഫണ്ട് കൈമാറിയത്. ഗായകൻ ഫിറോസ് ബാബുവിൽ നിന്ന് ഗോപകുമാർ ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ ബെന്നി സഹായധനം ഏറ്റുവാങ്ങി. പ്രയാസം അനുഭവിക്കുന്ന കുടുംബമാണ്. വീടിൻ്റെ പ്രയാസം അനുഭവിക്കുന്നു. 3 പെൺകുട്ടികൾ, അല്ലേ? 3 പെൺകുട്ടികളുള്ളൊരു കുടുംബമാണ്. അപ്പം അത്രയും വലിയ ശ്രേഷ്ഠമായ ഒരു കർമ്മം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പ്രതിഫലം മാത്രം ഇച്ഛിച്ചുകൊണ്ട്, മറ്റൊന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല, സ്വന്തം കുടുംബവും സ്വന്തം പ്രയാസങ്ങളും സ്വന്തം പ്രാരാബ്ധങ്ങളും ഒക്കെ ഉള്ളവർ തന്നെയാണ് ഈ ഒരു കർമ്മത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നത് റാഫിയുടെ നേതൃത്വത്തിൽ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ, ഞാനിങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്, നമ്മളിപ്പോൾ പാട്ട് പാടാൻ പോകുന്ന ഒരു സ്ഥലം, ഇവർ വണ്ടി നിർത്തി പാടുന്ന ഒരു സ്ഥലത്ത് ഒരാൾ കാണുമ്പോൾ, എന്താ ഇപ്പോൾ 2 ചങ്ങായിമാർ നിന്നിട്ടുണ്ട് അവിടെ ഇങ്ങനെ പാടുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്ന സമൂഹത്തിൽ ഒരുപാട് പേരുണ്ടായിരിക്കും. പക്ഷേ അതൊക്കെ സ്വാഭാവികമാണ്. ഈ കലാരംഗമൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ ഒന്നാണ് ഞാൻ പറഞ്ഞത്. മുഹമ്മദ് റാഫി പറവണ, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ MK ഷുക്കൂർ, ബാബു, മുത്തു, ബെന്നി, ജയ്സൽ, ഇക്ബാൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടങ്ങും. കേരള നല്ല ജീവന പ്രസ്ഥാനം തിരൂർ നഗരസഭയുടെ സഹകരണത്തോടെ ഒരുക്കുന്ന അന്തർജില്ലാ സൈക്കിൾ യാത്രയ്ക്ക് തുടക്കമായി. തിരുവാകൻ ട്രാജഡി സ്മാരക ടൗൺ ഹാൾ പരിസരത്ത് നടന്ന ചടങ്ങ് കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. സൈക്കിൾ സവാരിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വർഷം തോറും ഈ യാത്ര സംഘടിപ്പിക്കുന്നത്. കേരള നല്ല ജീവന പ്രസ്ഥാനം തിരൂർ നഗരസഭയുടെ സഹകരണത്തോടെ ഒരുക്കുന്ന അന്തർജില്ലാ സൈക്കിൾ യാത്ര കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വളരെ അടുത്ത് നടന്നു പോകാവുന്നത്, അവിടേക്ക് പോലും വാഹനത്തിൽ കയറി പോയി ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് നമുക്കറിയാം.
അതുകൊണ്ട് അവിടേക്കൊക്കെ ഇത് വളരെ സുഖകരമായി വളരെ രസകരമായി ഉപയോഗിക്കാവുന്ന വാഹനമാണ് സൈക്കിൾ എന്ന് നമുക്ക് എല്ലാം ഓർമ്മ. അപ്പൊ അതിന്റെ ഒരു വലിയ സന്ദേശമാണ് നിങ്ങൾ 6 ദിവസം കൊണ്ട് സമൂഹ മധ്യത്തിൽ മലയാളക്കാർക്ക് മുമ്പിൽ സമർപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ യാത്രികരെ ഞാൻ മുഴുവനും ഈ സന്ദർഭത്തിൽ തിരൂരിലെ ജനപ്രതിനിധി എന്നവർക്ക് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു. നമുക്ക് അഭിവാദ്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു. നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീം അധ്യക്ഷയായിരുന്നു. മാറുന്ന സാഹചര്യത്തിൽ എല്ലാവരും വ്യായാമം കുറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ നല്ല ജീവന പ്രസ്ഥാനം ഈ ഒരു പരിപാടി 14 വർഷങ്ങളിലായി ഏറ്റെടുത്ത് വളരെ നല്ല രീതിയിൽ വിജയിപ്പിക്കുന്ന രീതിയിൽ നടത്തുന്നത് നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ തിരിച്ചു വരുന്ന ദിവസം, അതായത് ഞായറാഴ്ച ഇവർ തിരിച്ചെത്തുമെന്ന് അറിഞ്ഞിട്ടുണ്ട്. ആ ദിവസം തിരൂർ നഗരസഭയുടെ ഒരു പിന്തുണ കൂടി അവർക്ക് കൊടുക്കാൻ നഗരസഭ ആഗ്രഹിക്കുന്നുണ്ട്. തിരൂർ ഡിവൈഎസ്പി ഇ ബെന്നി, RDO സുരേഷ്, YMCA സെക്രട്ടറി ഡോക്ടർ ലിബി മനോജ്, വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനാ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. തിരൂർ നഗരസഭയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സൈക്കിൾ സവാരിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വർഷം തോറും ഈ യാത്ര നടത്തിവരുന്നത്. ഇത്തവണത്തെ യാത്രയിൽ മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെ 50-ലധികം യാത്രക്കാർ പങ്കെടുക്കുന്നുണ്ട്. സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് 80% വരുന്ന കുട്ടികൾക്ക് ആരോഗ്യ സ്ഥിതി മോശമാണ്, അല്ലെങ്കിൽ ആവശ്യമുള്ള ആരോഗ്യത്തിന്റെ അത്രയും ആരോഗ്യം എത്തുന്നില്ല എന്നുള്ളത് പല പഠനങ്ങളിലും വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്കൂളുകളിലും മറ്റുമായിട്ട് കായിക വിദ്യാഭ്യാസത്തിന് പ്രത്യേകമായി പരിഗണന കൊടുക്കുക എന്നതുപോലും നമ്മുടെ സർക്കാരുകൾ പരിഗണിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു വരുന്നത്. തീർച്ചയായിട്ടും അത് നമ്മുടെ ഈ നടക്കാൻ പോകുന്ന ഈ ചടങ്ങ് അല്ലെങ്കിൽ ഈ സൈക്കിൾ യാത്ര എന്ന് പറയുന്നത് ഒരു നല്ല ഒരു മാർഗമാണ്, സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. 6 ദിവസങ്ങളിലായി ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ, തൃശൂർ, പട്ടാമ്പി എന്നിവിടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സൈക്കിൾ സവാരി പകൽ സമയം ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് വൈകിട്ട് പട്ടണങ്ങളിൽ സമാപനം കുറിക്കും. ഇരുചക്ര വാഹനങ്ങൾക്കുള്ള ലൈസൻസിന് സൈക്കിൾ ബാലൻസ് നിർബന്ധമാക്കുക, പ്രധാന നിരത്തിൽ സൈക്കിൾ പാത്ത് അനുവദിക്കുക, ഹൈസ്കൂൾ കുട്ടികൾക്ക് സൗജന്യമായി സൈക്കിൾ നൽകുക, സൈക്കിൾ യാത്രികന് സൗജന്യ ഇൻഷുറൻസ് അനുവദിക്കുക എന്നിങ്ങനെ സൈക്കിൾ ഉപയോഗിക്കുമ്പോൾ വ്യക്തിക്കും സമൂഹത്തിനും ഉണ്ടാകേണ്ട നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ടും നാട്ടിൽ സൈക്കിളുമായി ബന്ധപ്പെട്ട ഉപജീവനം നടത്തുന്നവരെ ആദരിച്ചുകൊണ്ടുമാണ് സൈക്കിൾ യാത്ര കടന്നുപോകുന്നത്. കൂട്ടുകാരുടെ കരുതലിൽ സഹപാഠിക്ക് വീടൊരുങ്ങി. ചെറിയമഠം ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽദാനം ജില്ലാ പഞ്ചായത്ത് അംഗം VK M ഷാഫി നിർവഹിച്ചു. കോവിഡിന്റെയും പ്രകൃതി ദുരന്തങ്ങളുടെയും പ്രതിസന്ധികളെ അതിജീവിച്ച് സഹജീവി സ്നേഹത്തിന്റെ മാതൃക തീർത്തിരിക്കുകയാണ് ചെറിയമഠം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ്. പിതാവ് വാഹനാപകടത്തിൽ പരിക്കേറ്റ ശേഷം പ്രയാസത്തിലായ സഹപാഠികൾക്കാണ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകിയത്. സ്നേഹവീടിന്റെ താക്കോൽദാനം ജില്ലാ പഞ്ചായത്ത് അംഗം VK M ഷാഫി നിർവഹിച്ചു. സഹപാഠികൾക്ക് തണലൊരുക്കാനുള്ള വിദ്യാർത്ഥികളുടെ ഉദ്യമത്തിൽ പ്രദേശവാസികളും വലിയ പിന്തുണയും സഹായ സഹകരണങ്ങളുമാണ് നൽകിയത്. മുൻ NSS പ്രോഗ്രാം ഓഫീസർ ഹംസ മാസ്റ്ററുടെയും നിലവിലെ പ്രോഗ്രാം ഓഫീസർ ശോഭ ടീച്ചറുടെയും വാർഡ് മെമ്പർ O സെയ്താലിയുടെയും നിസ്വാർത്ഥമായ പരിശ്രമത്തിന്റെ ഫലമായി ജനപിന്തുണയോടെ NSS വോളണ്ടിയേഴ്സ് വലിയ സേവനമാണ് കാഴ്ചവെച്ചത്. നിരവധി ദിവസങ്ങൾ ശ്രമദാനം നടത്തിയും ജനങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭ്യമാക്കിയും വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസിയ സുബൈർ, വാർഡ് മെമ്പർ നസീർ, ഏരിയ NSS പ്രോഗ്രാം ഓഫീസർ സമീർ, PTA പ്രസിഡന്റ് പ്രകാശൻ, റഫീഖ് മാസ്റ്റർ തലക്കടത്തൂർ, സീനിയർ അസിസ്റ്റന്റ് ശൈലജ, സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ, NSS വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. NSS ലീഡർ ഫാത്തിമ റിൻസി ചടങ്ങിൽ നന്ദി പറഞ്ഞു. താനൂർമൂലക്കൽ ദയാപുരം റെസിഡൻഷ്യൽ അസോസിയേഷൻ വാർഷികാഘോഷം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. താനൂർമൂലക്കൽ ദയാപുരം റെസിഡൻഷ്യൽ അസോസിയേഷൻ വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. ഹജ്ജ് വഖഫ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ എന്ന് പറഞ്ഞാൽ ഓരോ സാമൂഹിക ജീവിതത്തിൽ ഒരു കൂട്ടുകുടുംബം പോലെ, പഴയ കാലത്ത് നമ്മുടെ കൂട്ടുകുടുംബത്തെ പോലെ തന്നെ സഹോദരങ്ങളെ പോലെ ഒന്നിച്ച് ജീവിക്കുന്ന കേന്ദ്രങ്ങളായിട്ടാണ് റെസിഡൻഷ്യൽ അസോസിയേഷനെ നമ്മൾ കാണേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ, എന്തെങ്കിലും സന്തോഷങ്ങൾ പങ്കുവെക്കാൻ, ഇതിനൊക്കെ ഓടിയെത്താനുള്ള തൊട്ടടുത്തുള്ള ആളുകളാണ് ഈ കമ്മ്യൂണിറ്റികൾ. അതുകൊണ്ടാണ് നമ്മളെല്ലാം തന്നെ റെസിഡൻഷ്യൽ അസോസിയേഷനിൽ കൂടുതൽ കൂടിച്ചേരലുകൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മക്കൾക്കുള്ള കഴിവുകൾ, ചിലപ്പോൾ പാടാനുള്ള കഴിവുണ്ടാവും, അഭിനയിക്കാനുള്ള കഴിവുകളുണ്ടാവും, കൂടുതൽ സംസാരിക്കാനുള്ള കഴിവുകളുണ്ടാവും, ചിത്രം വരയ്ക്കാനുള്ള കഴിവുകളുണ്ടാവും. അതൊക്കെ
ഒരു കൂട്ടുകുടുംബത്തിലെന്ന പോലെ തന്നെ നമുക്ക് അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ തന്നെ പങ്കുചേർന്നുകൊണ്ട് ഒന്നിച്ച് ജീവിക്കുന്ന ഒരു പ്രദേശമാണ്, ഒരു സന്തോഷമുണ്ടാകുന്ന ഒരു പ്രദേശമാണ്. നമ്മുടെ സന്ദേശങ്ങൾ പങ്കുവെക്കുന്ന പഴയകാല ഓർമ്മകൾ. അസോസിയേഷൻ പ്രസിഡന്റ് CP അബൂബക്കർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. താനൂർ ഡിവൈഎസ്പി മൂസ വള്ളിക്കാടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KV ഖാദർ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷബിന ആഷിഖ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. അൻവർ കാസിം, VP ഭാവുട്ടി, യൂസഫ് O, ജവഹർ VP, സുഗുണൻ, T സലീം, ഭാസ്കരൻ, C രാജൻ, അഫ്സൽ ബാബു, നസീർ, ആഷിഖ്, ഇബ്രാഹിംകുട്ടി, ഗഫൂർ, അഷ്റഫ് പാക്കാട, ഷുക്കൂർ, നജീബ്, ജവഹറ, റൂബി, റുക്കിയ, ലക്ഷ്മിക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇഷാം P അരീക്കോട് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. അസോസിയേഷനിലെ മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. അസോസിയേഷൻ സെക്രട്ടറി റാസിഖ് സ്വാഗതവും ട്രഷറർ P അബ്ദുൽ കരീം നന്ദിയും പറഞ്ഞു. തുഞ്ചന്റെ മണ്ണിൽ പെൺകരുത്ത് തെളിയിച്ച് മത്സ്യകൃഷി വിളവെടുപ്പ്. തിരൂർ നഗരസഭ 5ാം വാർഡിലാണ് ഒരു വനിതാ തുടക്കം കുറിച്ച മത്സ്യകൃഷി വിജയകരമായി പൂർത്തീകരിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി നടപ്പിലാക്കുന്ന സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരമുള്ള വീട്ടുവളപ്പിലെ കുളങ്ങളിലെ മത്സ്യകൃഷി ഭാഗിക വിളവെടുപ്പ് തിരുപ്പൂക്കയിൽ ആഘോഷമായി. തിരുനഗരസഭ 5ാം വാർഡിലാണ് ഒരു വനിത തുടക്കം കുറിച്ച മത്സ്യകൃഷി വിജയകരമായി പൂർത്തീകരിച്ചത്. പൂക്കൽ സ്വദേശിനി ഷീജിയാണ് മത്സ്യകൃഷിയിൽ വിജയം കൊയ്തത്. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിൽ സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ത്രീകൾ വളരെ നല്ല രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതോടനുബന്ധിച്ച് തന്നെ നമ്മുടെ പൂക്കയിൽ അവർ നല്ല രീതിയിൽ മത്സ്യകൃഷി നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് നടന്നിട്ടുള്ളത്. അവർക്ക് ഒരുപാട് മുതൽ മുടക്കിയതിനപ്പുറം അവരുടെ ഒരു മാനസിക സംതൃപ്തി കൂടി ഈ ഒരു മേഖലയിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. എന്തായാലും ഒരുപാട് സന്തോഷം. ഇത് മറ്റുള്ള ആളുകൾക്ക് കൂടി പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് തോന്നിയത്. ഇങ്ങനെ സർക്കാർ തരുന്ന സബ്സിഡികളെല്ലാം ഉപയോഗിച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി നഗരസഭാ പരിധിക്കുള്ളിലുള്ള ജനങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഒരു വരുമാന മാർഗം കൂടി ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വനിതകൾ മത്സ്യകൃഷി മേഖലയിലേക്ക് കടന്നു വരുന്നത് മൂലം അവർക്ക് മികച്ച വരുമാന മാർഗമായി മാറുമെന്ന് ചെയർപേഴ്സൺ അഭിപ്രായപ്പെട്ടു. വാർഡ് കൌൺസിലർ ജഫ്സൽ അധ്യക്ഷനായിരുന്നു. ഫിഷറീസ് അക്വാകൾച്ചർ പ്രൊമോട്ടർ മുഹമ്മദ് അഷ്റഫ് സ്വാഗതവും മത്സ്യകർഷക ഷീജബായി നന്ദിയും പറഞ്ഞു. 100 കിലോ ആസാം വാള മത്സ്യങ്ങളാണ് ഭാഗികമായി വിളവെടുപ്പിൽ വിറ്റഴിച്ചത്. തുടർന്ന് മത്സ്യകൃഷി കൂടുതൽ മെച്ചപ്പെടുത്താനാണ് ഈ വനിതാ മത്സ്യകർഷകരുടെ തീരുമാനം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ കോവിഡ് നിയന്ത്രണങ്ങൾ പുതുക്കി നിശ്ചയിച്ചു. അടച്ചിട്ട മുറികളിൽ 75 പേർക്കും തുറസായ സ്ഥലങ്ങളിൽ 150 പേരെയും അനുവദിക്കും. കോവിഡ് അവലോകന യോഗത്തിലാണ് തീരുമാനം. കേരളത്തിൽ ആശങ്കയേറ്റി കോവിഡ് കണക്കുകൾ. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി പദ്ധതികൾ നടപ്പിലാക്കാൻ തിരുവങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണ സമിതി യോഗത്തിൽ ധാരണ. സിൽവർ ലൈൻ പുനരധിവാസത്തിന് സ്വപ്നതുല്യ പാക്കേജ് പ്രഖ്യാപിച്ച് സർക്കാർ. വീട് നഷ്ടപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരത്തിന് പുറമെ 4.5 ലക്ഷം രൂപ അല്ലെങ്കിൽ നഷ്ടപരിഹാരവും 1.5 ലക്ഷവും ലൈഫ് മാതൃകയിൽ വീടും. കുറ്റിപ്പുറത്ത് കടന്നൽ കുത്തേറ്റ് ഒരാൾ മരണപ്പെട്ടു. കുറ്റിപ്പുറം സ്വദേശി കോരാത്ത് മുസ്തഫയാണ് മരിച്ചത്. കടന്നലിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 5 പേരിൽ ഒരാളായിരുന്നു മുസ്തഫ. കേരള നല്ല ജീവന പ്രസ്ഥാനം തിരൂർ നഗരസഭയുടെ സഹകരണത്തോടൊരുക്കുന്ന അന്തർജില്ലാ സൈക്കിൾ യാത്രയ്ക്ക് തുടക്കമായി. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.